ഹലോ ഗുഡ് മോർണിംഗ്. കുറച്ചൊരു സൗണ്ടിൽ പറഞ്ഞാൽ കേൾക്കുള്ളൂ. ഹലോ ഗുഡ് മോർണിംഗ്. നമ്മളെങ്ങോട്ടാ പോകുന്നേ? ഇന്നത്തെ ദിവസം ഭയങ്കര സ്പെഷ്യലാണ് എനിക്ക്. കാരണം ഒരു ചെറിയ മാറ്റത്തിന് നമ്മള് തുടക്കം കുറിക്കാൻ പോവാണ് ഗൈസ്. പക്ഷെ അത് എന്താണെന്ന് ഇപ്പൊ റിവീൽ ചെയ്യില്ല, സർപ്രൈസ് ആണ്. കൊറേ നാളായിട്ട് എന്താ പറയാ, ഇപ്പൊ ഞാനും റസ്മിനും ഒരുമിച്ചുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇടുമ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ട്, എന്റെ പേഴ്സണലി എന്റെ ഫ്രണ്ട്സ് ഒക്കെ ചോദിക്കാറുണ്ട്, റസ്മിൻ എപ്പോഴും ഇങ്ങനെ ലൈക്ക് ഒരു ടോം ബോയ് അല്ലെങ്കിൽ ആ ഒരു നാളെ രസമാണ് അങ്ങനെയൊക്കെ പറയും. അപ്പൊ ഞാൻ വിചാരിച്ചു ഞാനും റസ്മിനെ ആ ഒരു ഗെറ്റപ്പിലേ കണ്ടിട്ടുള്ളൂ, എന്തെങ്കിലും ഒരു ചേഞ്ച് വരുത്തിയാലോ എന്നൊരു മനസ്സിലിങ്ങനെ ഒരു ചിന്ത വന്നു. സോ എന്ത് മാറ്റാണ് വരുത്താൻ പോണേന്ന് ഇപ്പോ പറയുന്നില്ല, ആ മാറ്റത്തിലേക്കുള്ള യാത്രയിലാണ് ഞങ്ങള്. പറയൂ. ആദ്യമായിട്ട് പുതിയ പുതിയ കാര്യങ്ങൾ ഞാൻ ചെയ്യാൻ പോവാണല്ലേ. അയ്യോ നല്ല ടെൻഷനും ഉണ്ട് കേട്ടോ. അല്ല ഇത് തമ്മില് കാണും അവര് എന്തായാലും. പറഞ്ഞു എന്താ ചെയ്യാൻ പോകുന്നത്. ആ ശരിയാ, തമ്മിലുണ്ടാവുള്ളൂ. വേറൊന്നുമില്ല, ഞങ്ങള് റസ്മിനെ ഒന്ന് മേക്ക് ഓവർ വരുത്തി ഒരു സുന്ദരി റസ്മിന് അങ്ങനെ ലൈഫിൽ ആദ്യമായിട്ടൊന്നല്ല, ഞാൻ ഇവന്റ്സിന്റെ വർക്കിനൊക്കെ പോകുമ്പോൾ നിങ്ങൾ കാണാത്തോണ്ട് അങ്ങനെ പോയിട്ടൊക്കെ എന്നാ ഓക്കെ ബിബിക്ക് ശേഷം അല്ലെങ്കിൽ ആഫ്റ്റർ ലോങ് ടൈം അങ്ങനെ ഫോട്ടോസ് ഒന്നും ഇടാറില്ല, എനിക്ക് ഇഷ്ടമില്ല. റസ്മിൻ ഒരു മേക്ക് ഓവർ വരുത്താൻ പോവാണ്, പ്രേക്ഷകരെ മേക്ക് ഓവർ വരുത്താൻ പോവാണ്. മേക്ക് ഓവർ മീൻസ് ഒരു ഫോട്ടോഷൂട്ട് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ മുന്നോടിയായിട്ട് അവളുടെ രൂപം കോലമൊക്കെ മാറ്റി ആദ്യമായിട്ട് ത്രെഡ് ചെയ്യാൻ പോവാണ്. ആദ്യമായിട്ട് ത്രെഡ് എനിക്കറിയില്ല, എനിക്ക് പേടിയൊന്നുമല്ല. ത്രെഡ് ചെയ്യാൻ എനിക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല, എനിക്ക് ഇഷ്ടമാണ് എന്റെ പിരികം. അതുകൊണ്ട് എനിക്ക് എന്റെ പിരികം എടുത്ത് കളയാനൊന്നും ഇതുവരെ ഞാൻ ശ്രമിച്ചിട്ടില്ല. അപ്പൊ ഞാൻ പിശാചാറല്ല ചെയ്യാൻ വേണ്ടി പോവാണ്. അല്ല, നമുക്ക് ഒരു മാറ്റം വേണമല്ലോ. അപ്പൊ ഞാൻ വിചാരിച്ചു അതെ, അതുകൊണ്ട് കേട്ടോ അപ്സര പറഞ്ഞതുകൊണ്ടൊന്നല്ല, എനിക്കും തോന്നി എന്തെങ്കിലുമൊക്കെ ഒരു വെറൈറ്റി അതുകൊണ്ടാണ്. അല്ല, ആക്ച്വലി റസ്മിന്റെ ഉമ്മിക്കും ഒരു ആഗ്രഹമായിരുന്നു മോളെ ഒരു പെണ്ണിന്റെ രൂപത്തിൽ കാണണമെന്ന്. അവരൊക്കെ കണ്ടിട്ടൊക്കെ ഉണ്ട്. സോ അപ്പൊ അതുകൊണ്ടാണ്. അപ്പൊ എന്തായാലും അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന രീതിയിൽ നമ്മൾ ത്രെഡിങ് തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ ഇപ്പൊ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കും അല്ലെ. എന്തൊക്കെയാ ചെയ്യാൻ പോണെന്ന് അവിടെ പോയിട്ട് പറയാം. ആക്ച്വലി ഞാൻ പോകുന്ന സ്ഥലം നിങ്ങൾക്ക് അറിയായിരിക്കും, എന്നെ അറിയുന്നവർക്ക് അറിയായിരിക്കും. ഞാൻ റെഗുലറായിട്ട് പോകുന്ന ഒരു പ്ലേസിലേക്കാണ് ഇവിടെ കൊണ്ടുപോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ കുട്ടി അത്രയും ഗ്യാരണ്ടി ഉള്ള സ്ഥലത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. സോ അപ്പൊ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബാക്കി വിശേഷങ്ങൾ അവിടെ എത്തിയിട്ട് നിങ്ങളിത് നോക്കുവിൻ. സ്വന്തം ഫ്ലെക്സ് വെച്ച കടയിലേക്കാണ് കൊണ്ടുപോണേ എന്ന് വെച്ച് കഴിഞ്ഞാൽ. എന്നിട്ട് അപ്സര എന്താ പറഞ്ഞത്? അപ്സര സ്ഥിരം പറഞ്ഞ കട. ഇത് നോക്ക്, ഇതിൽ അപ്സര മാത്രമേ ഉള്ളൂ ഗൈസ്. എന്നിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുക സ്വന്തം ഫ്ലെക്സില്. എന്താ ഭംഗി കണ്ടോ. സത്യം പറയരുത്, തൻ്റെ കടയല്ലേ ഇത്? തൻ്റെ കടയല്ലേ ചേച്ചി? ഇത് അപ്സരയുടെ കടയാണോ? ഇത് അപ്സരയുടെ കടയാണോ? നമ്മുടെ റസ്മിന്റെ മേക്ക് ഓവർ വരുത്താൻ പോകുന്ന ചേച്ചി ലക്ഷ്മി ചേച്ചി. മേക്കപ്പ് അല്ല, ലുക്കിൽ വരുന്ന മേക്ക് ഓവർ വരുത്താൻ പോകുന്ന ലക്ഷ്മി ചേച്ചി റെഡി അല്ലേ? ആര് റെഡി? അപ്പൊ ഇവിടെ എല്ലാവരും ചോദിക്കും അപ്സരയുടെ ഷോപ്പാണോ? എല്ലാവരും ചോദിക്കും അപ്സരയുടെ ഷോപ്പാണോ ചേച്ചി? കൺഗ്രാറ്റുലേഷൻസ് ഒക്കെ. സോ എനിക്ക് വയ്യ. അപ്സര ചേച്ചി ആരാ? റസ്മിനി നമ്മള് പേടിച്ച് പിടിച്ച് ആദ്യമായിട്ട് പിള്ളേരെ സ്കൂളിലൊക്കെ ചേർക്കാൻ പോകുന്ന പേടിക്കണ്ട കുട്ട.
അവിടെ അല്ല ലെഫ്റ്റ്. വരൂ വരൂ ഗൈസ് വരൂ. ലൈറ്റ് കുറച്ച് കുറവാണ്, നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പം നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തിക്കഴിഞ്ഞു ഗൈസ്. വെൽക്കം റസ്മിൻ. ഇതാണ് ചേച്ചിയുടെ സാമ്രാജ്യം. ചെറിയ സാമ്രാജ്യട്ടാ. ഇതെവിടെയാ നമ്മളുള്ളത്? തൃശ്ശൂര്. തൃശ്ശൂര് തല്ലൂര്. തല്ലൂര്. തല്ലൂർ. തല്ലൂരിലുള്ള ലക്ഷ്മി ഫാമിലി ബ്യൂട്ടി പാർലറിലാണ് ഗൈസ്. ബാക്കി പ്രൊസീജിയറൊക്കെ ചോദിച്ചിട്ട് വിളിക്കാം. അല്ല പറയാം വരാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ആദ്യം തന്നെ ത്രെഡ്. ഞാൻ ചോദിക്കാൻ ആദ്യം നമുക്ക് ത്രെഡ് വേണം. നിന്റെ കണ്ണീർന്ന് തുടങ്ങണം ഞങ്ങൾ ഐശ്വര്യമായിട്ട്. എനിക്ക് നല്ല ത്രെഡ് ഞാൻ ചെയ്യില്ല എന്ന് തീരുമാനിച്ച വെച്ചൊരു സംഭവമാണ് ത്രെഡ്. ഒന്നുമില്ലടാ കുട്ടാ, നീ ഇപ്പൊ നോക്കി. ഇല്ല, അത്ര ടെൻഷൻ ഒന്നും അടിക്കണ്ടടി. ഓരോ ഹെയറും ഇങ്ങനെ ഇളകുമ്പോ ഒരു പെയിൻ ഉണ്ടാവും. ഞാൻ കണ്ടിട്ടുണ്ട്. കാണുന്ന പോലെ അല്ല, കാണുന്നതിനേക്കാൾ വലുതാണ് മോനെ. ഇതിലും ഭംഗിയാവും റസ്മിൻ. ഇതാണ് ആക്ച്വലി റസ്മിന്റെ ശരിക്കുള്ള ഐബ്രോസ്. ഇനി ഇത് കഴിഞ്ഞിട്ട് ഫോട്ടോ എടുക്കടാ. കുറച്ച് എടുത്താൽ മതി കേട്ടോ. ഫസ്റ്റ് ത്രെഡിങ്. കൺഗ്രാജുലേഷൻസ് ചേച്ചി. ചേച്ചിയാണ് ഞാൻ ആദ്യമായിട്ട് ത്രെഡ് ആണ്. ചേച്ചി ഞാൻ മറക്കൂല. പാവത്തിനെ പിടിച്ച് ഇടിക്കൊന്നും ചെയ്യരുത്. കയ്യൊക്കെ കെട്ടി വെക്ക. ഞാൻ മറ്റേ ഫസ്റ്റ് ടൈം ഇത് എടുക്കൂലേ നമ്മൾ മറ്റേ വൈറ്റ് ഹെഡ്സ് ഒക്കെ എടുക്കുന്ന സമയത്ത് ഉച്ചയ്ക്ക് ഇങ്ങനെ മൂക്കിലൊക്കെ ഇട്ട് ഇങ്ങനെ ചൊറിഞ്ഞു. ഓയ്യോ, അപ്പൊ തന്നെ നല്ല പെയിൻ ആയിരുന്നു. അപ്പൊ ഇത് അമ്മ. ഓക്കെ ഗൈസ്, ഓൾ ദ ബെസ്റ്റ്. ചുമ്മാ കൊച്ചെ ചുളുക്കോ. ഞാൻ എന്നോടാ പറഞ്ഞേ ഇതുള്ളോ? ഒന്നുമില്ലടാ, സീരിയസ് ആയിട്ടാ. ചുളുക്കല്ലേ? ചുളുക്കാണ്ടിരിക്കാൻ ഞാൻ നോക്കും. ചേച്ചി നമുക്ക് ഈ നൂലുകൊണ്ടല്ലേ. നീ വാ അടച്ച് മിണ്ടാണ്ടിരിക്കോ മോളെ. അല്ല, കുറച്ച് തിക്കായിട്ട് തന്നെ എടുത്തു വെച്ചു. അല്ലല്ലേ, ഇത് പ്രശ്നമില്ല. ഞാൻ വിചാരിച്ചു ഭയങ്കര വലിയ പെയിൻ ആയിരിക്കും. ഇനി മര്യാദക്ക് ഭംഗിയായിട്ട് കിട്ടും. ഇല്ലെങ്കിൽ പകുതി ഉണ്ടാവുള്ളേ. നീ കണ്ണടച്ച് റിലാക്സ് ചെയ്ത് കിടന്നേ. വലിയ ശല്യമായല്ലോ ഭഗവാന്. വേണമെന്നില്ല. ഞാൻ വിചാരിച്ചേ ആൾക്കാർ ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ കണ്ണൊക്കെ ഇങ്ങനെ നോക്കി ഭയങ്കര പെയിനാണ്. അല്ല, ചിലർക്ക് എനിക്ക് ഭയങ്കര പെയിനാടാ. ഞാൻ കണ്ടിട്ടുള്ളത് അത് ഹെയറിന്റെ തിക്നെസ് കൂടുന്നതനുസരിച്ച് പെയിന് കൂടും. എനിക്ക് നല്ല തിക്നെസ് ഉണ്ടല്ലോ. അങ്ങനെ കട്ടി അത്ര പെയിനൊന്നും ഇല്ല കേട്ടോ. പക്ഷെ എനിക്ക് നല്ല പെയിനാ. അപ്പൊ നിങ്ങൾ ധൈര്യമായിട്ട് ത്രെഡ് ചെയ്തോളൂ, ഒരു കുഴപ്പമില്ല. ഫസ്റ്റ് ടൈം ത്രെഡ് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ചെയ്തോ. ചെറുതായിട്ട് പെയിൻ ഉണ്ട്. ചെറുതായിട്ടേ ഉള്ളൂ. ഞാൻ വിചാരിച്ചു ഭയങ്കര പെയിനാണെന്നൊക്കെ. ഞാൻ കാര്യം പറയട്ടെ, കണ്ണു ചൊറിയണം. നിങ്ങൾക്ക് പലതും തോന്നും. മര്യാദയ്ക്ക് കിടക്കൂടെ. അത് ഇന്നലെ അവൾക്കൂടെ വർക്കുണ്ട്. കത്രിയോട്ട് വെട്ടിക്കാൻ പോലെ എന്തൊക്കെയായിരുന്നു?
അമ്മേ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. നീ മര്യാദ കിടന്ന് പെട്ടെന്ന് ടപ്പ് ടപ്പ് ചെയ്ത് ചേച്ചി എടുക്കും. നീ അനങ്ങരുതട്ടാ, ഷേപ്പ് പോവും. അങ്ങനെ സക്സസ് ആയിട്ട് നമ്മൾ ഒരു പുരുകം ഒരെണ്ണം അത് ക്ലിയർ ആക്കണം. എന്നാലും ഒരു സൈഡ് ഏകദേശം. ഇതത്ര വിചാരിച്ചാൽ എളുപ്പം പണിയല്ല. എന്നിട്ട് ഇവരെനിക്ക് കണ്ണ് നോക്കാൻ വേണ്ടിട്ട് കൊണ്ടുവന്നത്. ഇത് നോക്ക് നിങ്ങള്, ഞാനെന്താ പറയുന്നേ. ഞാനാണ് ലക്ഷ്മി ചേച്ചിയുടെ ബ്രാൻഡ് അംബാസിഡർ. അതെ അതെ, നല്ല സത്യസന്ധമായുള്ള കാര്യം. എന്റെ കണ്ണിന്റെ നല്ല ക്ലിയർ ആയിട്ട് നല്ല ഷേപ്പായില്ലേ? എനിക്ക് അങ്ങനെ ഇതിലെനിക്കൊന്നും തോന്നുന്നില്ല. എനിക്ക് അറിഞ്ഞൂടാ സത്യം. തിക്നെസ് കുറയ്ക്കണോ? നല്ല സുഖമുണ്ട് കേട്ടോ. ബ്രാൻഡ് ഞാൻ സമ്മതിച്ചു കേട്ടോ. ലവ് ഓക്കെ, ഇനി അടുത്തത് നമുക്ക് പോവാം. അടുത്ത പിരികല്ലേ ഷേപ്പ്. നീ മരി എന്താ അറിയോ, സാധനം നമ്മൾ ത്രെഡ് ചെയ്യുമ്പോ ഒരു 2-3 മിനിറ്റ് കൂടെ കഴിയും. ഇത് നീ ഇങ്ങനെ ബഹളം വെച്ചിരുന്ന തുടങ്ങിയപ്പോ എന്തോ പറയുന്നു. തുടങ്ങിയപ്പോ ഞാൻ വിചാരിച്ചു ചേച്ചി സിമ്പിൾ ആയിട്ട് തുടങ്ങി. പിന്നെ ചേച്ചി അങ്ങോട്ട് അപ്പോ നമ്മളിതാ സക്സസ് ആയിട്ട് ത്രെഡിങ് കഴിഞ്ഞു. ഒന്ന് എഴുന്നേൽപ്പിച്ചെങ്കില് നോക്കട്ടെ. നേരിക്ക് നീ കണ്ണു തുറന്നു. നല്ല വേദന. അങ്ങനെ നീ വലിയൊരു യുദ്ധത്തിന് ശേഷം അങ്ങനെ ത്രെഡിങ് നമ്മൾ ജീവിതത്തിൽ ഫിനിഷ് ചെയ്തു. അപ്പൊ അങ്ങനെ സുന്ദരിയായി. ഇനി അടുത്ത് നമ്മൾ എന്താ ചെയ്യാൻ പോണേ? സ്പാ. ഒരുപാട് വേദനകൾ സഹിച്ചാണ് ഞാൻ ഈ ഒരു പ്രോസസ്സിൽ നിന്നോട്ട്. അതിന്റെ വേദന നിങ്ങൾ മനസ്സിലാക്കണം. നോക്കൂ, കണ്ടോ? നിങ്ങളൊക്കെ നിർബന്ധപ്രകാരമാണ് ഞാൻ ഈ ഒരു മെക്കോറിനെ തയ്യാറായത് കേട്ടോ. ഇനി നമ്മൾ അടുത്ത ആളിലേക്ക് പോവാണ്. അപ്സരയാണ്. കഞ്ചന. അപ്പോൾ അപ്സരേനെ അടുത്തത് ത്രെഡ് ചെയ്യാൻ പോവാണ്. ഇവർക്കൊക്കെ ശീലാണല്ലോ. അപ്സര ഒച്ചുണ്ടാക്കോ ചേച്ചി? ഒച്ചുണ്ടാക്കാറില്ല അപ്സര. ചെറിയ വേദനകൾക്കൊന്നും കരയാറില്ല കുട്ട. ചെറിയ വേദന അല്ലേ? ആ, നിങ്ങൾ കമൻറ്റ് ചെയ്യും. ഫസ്റ്റ് ടൈം ത്രെഡ് ചെയ്ത ആൾക്കാരല്ല, ഫസ്റ്റ് ടൈം ത്രെഡ് ചെയ്യുമ്പോൾ ഉള്ള വേദനയെ കുറിച്ചൊന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്സരനെ എനിക്ക് കാണിക്കാണ്ടത്. അല്ല, ആക്ച്വലി ഭയങ്കര പെയിൻ. എനിക്ക് എൻ്റെ ഓരോ ഹെയറും ഭയങ്കര തിക്കാണ്. അപ്പൊ ഓരോ ഹെയർ എടുക്കുമ്പോൾ എനിക്ക് വേദന. ആ, ശീലമായി കഴിയുമ്പോൾ. എന്നാലും ഞാൻ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ വിചാരിച്ചു ഇതിനാണ് എല്ലാവരും കിടന്ന് ഒച്ചാമ്പോളും ഉണ്ടാക്കണേ. പിന്നീടാണ് ഞാൻ ആ സത്യം മനസ്സിലാക്കുന്നത്. ആ, നോക്കട്ടെ. എനിക്ക് പിടിക്കുന്നു വേണ്ട സ്കിന്ന്. അപ്സരൻ്റെ എടുത്തെടുത്ത് പ്രാക്ടീസ് ആയതാണ് ചേച്ചി പിടിക്കൊന്നും വേണ്ടാന്ന്. നോക്കട്ടെ എന്നാൽ അപ്സരയുടെ എക്സ്പ്രഷൻ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവുമെന്ന്. ചിരിച്ചോണ്ടിരിക്കണോ? ഇത് ആദ്യത്തെ പെയിൻ ഉണ്ടാവില്ല. ആ, പിരികത്തിലേക്ക് വരട്ടെ, അപ്പം അറിയാം വേദന. പെയിനുണ്ട്, പക്ഷെ നമുക്ക് അങ്ങനെ പേടിക്കാം. നമ്മളെ കുട്ട പേടിക്കണ്ട. പേടി എന്തിനാപ്പോ? കണ്ട് നമ്മൾ ഗൈസ് ഒരു രീതിയിൽ നടക്കുന്നില്ല. അപ്സര ഒരു എക്സ്പ്രഷൻ മാറ്റവും ഇല്ല. അതിന് ചിരിച്ചോണ്ടായിരുന്നു തുടങ്ങാം. എനിക്ക് സഹിക്കുന്നില്ല. ഓക്കെ, ബൈ. അല്ല, അതുകൊണ്ടല്ല. ഓക്കെ, അപ്പം നമ്മൾ അടുത്തത് പോകുന്നത് എങ്ങോട്ടാണ്? സ്പായിലേച്ചി. ഓക്കെ, ഹോട്ട് ഓയിൽ ചെയ്യും. ഹോട്ട് ഓയിൽ. ആ, നന്നായി. ഞാൻ ഇന്ന് ഇത്ര നേരം വേദന സഹിച്ചു. ഇനി സുഖമായിട്ട് കിടന്നുറങ്ങാം കുറച്ചു നേരം അല്ലേ? അനങ്ങാണ്ടിരുന്നാ പോരെ? ഓക്കെ, ഞാൻ വരാം. നോക്കൂ, ഉണ്ടോ? എന്താ ഇവിടെ നടക്കണേ?
മറ്റേ ആൻഡ്രോയിഡ് കുഞ്ഞപ്പനല്ലേ ശരിക്കും ആൻഡ്രോയിഡ് കുഞ്ഞപ്പനെ പോലെ ഉണ്ട്. ഇപ്പൊ പിടിക്കത്തിന്റെ പെയിൻ മാറിട്ടോ, തലക്ക് നല്ല മസാജ് ഒക്കെ കിട്ടി, ഒരു ഹെയർ വാഷ് ഒക്കെ കഴിഞ്ഞപ്പോ നല്ല ഉറക്കം വരുന്നു. അല്ല ആക്ച്വലി സ്പായിന്റെ മസാജ് കഴിഞ്ഞിട്ടില്ല, സ്പായിന്റെ തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. അത് ഞങ്ങൾ ആദ്യം ചെറുതായിട്ടൊന്ന് വേദനിപ്പിക്കും, പിന്നെ അങ്ങോട്ട് സന്തോഷിപ്പിക്കുക, സുഖിപ്പിച്ച് കിടക്കുന്നു. അപ്പൊ സന്തോഷം, ഹാപ്പി അല്ലേ? നോ നോ നോ, ഹാപ്പി അല്ലേ കുട്ടാ? ഓക്കേ. ഹായ്. അപ്പൊ അത് അടുത്തതായിട്ട് നമ്മളെ റസ്മിന് നമ്മള് സ്പാ റിലാക്സ് ഒക്കെ കഴിഞ്ഞു. ഇനി നമ്മള് പെഡിക്യൂർ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ അതൊന്ന് ചെയ്തു കൊടുക്കാൻ പോകണം. ഒരു 15 മിനിറ്റ് നമ്മള് വെള്ളത്തിൽ കുതിർത്തിയിടും. മസാജ് എല്ലാവർക്കും മസാജ് അടിപൊളി. ഗൈസ്, ഞാൻ ചെറുതായിട്ടൊന്ന് മുടി വെട്ടാൻ പോവാണ്. ചെറുതായിട്ടുള്ളൂ, ഇത്ര ഉള്ളൂ. അതിനാണെങ്കിൽ അക്ഷരം കൊച്ചപ്പോൾ ഉണ്ടാക്കാൻ മുടി വെട്ടണേ. കഴിഞ്ഞിട്ട് ഷൂട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പൊ നമുക്ക് കണ്ട ചേച്ചി എന്ത് ക്ലിയർ ആയിട്ട് ഇത്തിരി വെട്ടിയിട്ടുള്ളൂ. ഓക്കെ അല്ലേ അക്ഷരം? നന്നായിട്ടുണ്ട് റസ്മിൻ. അല്ലെന്നേ ഷൂട്ടിലല്ലേ ഇപ്പൊ കുറച്ച് കട്ട് ചെയ്തിട്ടുള്ളൂ. ഇത് ഇങ്ങനെ പൊങ്ങി ഇങ്ങനെ നിക്കാം. അങ്ങനെ ചുമ്മാ കുറച്ച് കണ്ട അത്ര ഉള്ളൂ. കഴിഞ്ഞു, ഇത്ര ഉള്ളൂ. ആയിക്കോട്ടെ, ഒന്ന് ലെവലാക്കണ്ടേ? ഓക്കെ ചേച്ചി. കളഞ്ഞിട്ടില്ല, സിമ്പിളായിട്ട് കളഞ്ഞിട്ടില്ല. ഷോർട്ടാക്കിട്ടില്ല. ഓക്കെ സെറ്റ്. സമയം എത്രയും നല്ല ബോധമുണ്ടോ? എത്ര മണിയായി? 2:52. 2 അതായത് 3 മണി ആവാറേ. നമ്മൾ എത്ര മണിക്ക് ഇവിടെ എത്തിയത്? അല്ല 9 മണി. 11 നമ്മൾ വീട്ടിൽ നിൽക്കുന്നത് 9 മണിയല്ല. ഓ, ഞാനപ്പോൾ 9 മണിക്ക് കൃത്യം അവിടെ ഇതായതുകൊണ്ടായിരിക്കുമല്ലേ. ഓക്കെ, അപ്പം 10 മണിക്ക് എന്തായാലും എത്തിയിട്ടില്ലേ? അപ്പം എത്ര മണിക്കൂറായിന്നറിയാം? 5 മണിക്കൂർ. നമുക്ക് പോവാം. ഇത് പുതിയ ഹെയർ സ്റ്റൈലാണോ? എന്താ പരിപാടി? തോന്നല് വന്നു. ഓക്കെ, അപ്പൊ ചേച്ചി ഞങ്ങളെന്നാൽ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോട്ടെ? ചേച്ചി ഇറങ്ങിപ്പോട്ടെ ഞങ്ങള്? കൊറേ നേരം കഴിച്ചു. അപ്പൊ ഞങ്ങൾ പിന്നെ വേറൊരു കാര്യം പറയാതിരിക്കാൻ വയ്യ. കാരണം ആക്ച്വലി ഇന്ന് സ്റ്റാഫുകളൊന്നും ഇല്ല ഇവിടെ. ഇന്ന് സൺഡേ ആണ്. നമ്മൾ രണ്ടുപേരും വരുന്നോണ്ട് മാത്രം ചേച്ചി വന്നതാ. അപ്പം ഇന്ന് രണ്ടുപേർക്ക് ഫുൾ സർവീസും ചെയ്തത് പുള്ളിക്കാരി ഒറ്റയ്ക്ക. അതിന് ലക്ഷ്മി ചേച്ചി ഒറ്റയ്ക്ക. അതിന് ഭയങ്കര ഒരു താങ്ക്സ്. കാരണം എനിക്ക് സ്റ്റാഫിനെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ട് ഇവൾക്ക് മാത്രം ലക്ഷ്മി ചേച്ചി ചെയ്തെങ്കിൽ ഞാൻ എന്തായാലും ലക്ഷ്മി ചേച്ചി ചെയ്തേ. അപ്പൊ ലക്ഷ്മി മോൾ എങ്ങനെയുണ്ട് ഇവിടുത്തെ എക്സ്പീരിയൻസ്? അടിപൊളിയാണ്. ഞാൻ ഉറങ്ങി, മസാജും എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ 1 മണിക്കൂർ കിടന്നുറങ്ങി. അപ്പോഴേക്കും അപ്സരയുടെ കാര്യങ്ങളൊക്കെ ചെയ്യായിരുന്നു. അപ്പോൾ ചേച്ചി ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. വീണ്ടും വരുന്നതായിരിക്കും. വരുന്നതായിരിക്കും. അപ്പൊ അത്ര ഉള്ളു. നമുക്ക് ഇനിയും കുറെ പരിപാടികൾ ബാക്കിയുണ്ട്. ഇനി ഒരു സ്ഥലത്തൊക്കെ പോവാൻ നമുക്ക് പോവാല്ലേ. അപ്പൊ ഗൈസ് ബൈ, ടാറ്റാ.